നമുക്കിനി ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ട്രാൻസ്ഫോമറിനെ പറ്റി എന്തായാലും സബ്സ്റ്റേഷൻ്റെ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിൻ്റെ നെയിം പ്ലേറ്റ് ആദ്യം വായിക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നെയിം പ്ലേറ്റ് ആണ്. അപ്പോൾ അതിലിങ്ങനെ വോൾട്ടേജ് റേറ്റിങ്ങും പിന്നെ കുറേ ഫിഗേഴ്സൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി 2 ട്രാൻസ്ഫോമറുകൾ പാരലായിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടൈമിലൊക്കെ ഇതിൻ്റെ പല കാര്യങ്ങളും ഫേസ്ഡ് ഡയഗ്രാംസും കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. അപ്പോൾ ഇത് നമ്പർ ഓഫ് ഫേസസ്, ഫ്രീക്വൻസി, KVA, എത്ര KVAയിലാണ് ട്രാൻസ്ഫോമർ എന്നുള്ള അതാണ്. അതുപോലെ വോൾട്ടേജിൻ്റെ റേറ്റിങ്സും പിന്നെ ടാപ്പ് ചേഞ്ചിങ് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അപ്പോൾ മീൻസ് ഓരോ വൈൻഡിങ്സിൻ്റെ റേഷ്യോ അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഇൻപുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. മീൻസ് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള മെക്കാനിസമാണ് ഈ ടാപ്പ് ചേഞ്ചിങ്. പിന്നെ ഒരു പൊളാരിറ്റി, വെക്റ്റർ ഡയഗ്രാം, അങ്ങനെ പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് പെർസെൻറ്റേജ് ഇമ്പിഡൻസ്. അതായത് ഓരോ വൈൻഡിങ്സും തമ്മിലുള്ള ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്. ഇതിൽ എല്ലാത്തിൻ്റെ ആകത്തുകയുള്ള ഒരു ഇതിനാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പിഡൻസിൻ്റെ കേസുകളും അതിൻ്റെ അകത്ത് നമ്മൾ നോക്കണം. പിന്നെ ബേസിക് ലൈറ്റിംഗ് ഇമ്പൾസ് ഇൻസുലേഷൻ ലെവൽ അറിയാനുള്ളൊരു ടേമാണ്. പിന്നെ കോറിൻ്റെയും കോയിലിൻ്റെ എല്ലാത്തിനും കൂടെ അപ്രോക്സിമേറ്റ് മാസ്, അതായത് ടോട്ടൽ വെയിറ്റും കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെയുള്ള കണക്ഷൻ ഡയഗ്രാം, എങ്ങനെ വൈൻഡിങ്സ് കണക്ട് ചെയ്യണം, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ്, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ മാനുഫാക്ചറിൻ്റെ ഇൻഫർമേഷനും അവരുടെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴുള്ള ഓർഡർ നമ്പറൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് ഓഫ് മെയിൻ്റെനൻസ് ഓർ വാറണ്ടി പീരീഡിലുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ആ ഓർഡർ നമ്പർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞിട്ട് ആയിരിക്കും അവരുടെ ടെക്നീഷ്യൻസ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു നെയിമിങ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ്, 2 സ്റ്റാൻഡേർഡ്സ്, സ്റ്റാൻഡേർഡ്സ്, ISC സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ONAN എന്നായിരിക്കും നമ്മുടെ ISC സ്റ്റാൻഡേർഡ് പ്രകാരം. അതായത് ഓയിലും എയറും, ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ എന്നുള്ള മീനിങ്ങിലാണ് അത് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂളിങ്ങും നടക്കുന്ന ഓയിൽ സർക്കുലേഷൻ വഴിയായിരിക്കും. ഓയിൽ കൂൾഡാണ്, പക്ഷേ എയർ സർക്കുലേഷൻ വഴിയായിരിക്കും. അത് നാച്ചുറലി ആയിട്ടായിരിക്കും എയർ സർക്കുലേഷൻ ചെയ്യേണ്ടത്. പിന്നെ ONAFൽ ഓയിൽ നാച്ചുറലായിട്ട് കൂൾ ചെയ്യുന്നു, പ്ലസ് എയറിനെ ഫോഴ്സ് ചെയ്യുന്നു. കുറച്ച് ഹീറ്റിംഗ് കൂടി വരുന്ന കുറച്ച് KVA അല്ലെങ്കിൽ MVA റേഞ്ചിലുള്ള സാധനങ്ങൾക്കായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. എയർ ഫോഴ്സ് ചെയ്ത് കൂളിംഗ് ത്വരിതപ്പെടുത്തുകയാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. പിന്നെ 2 മിക്സ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ വരുന്നുണ്ട്. 2 സ്റ്റേജസിൽ വരുന്ന പാർട്ടുകളുണ്ട്. അത് ONAനും ONAFും. പിന്നെ ഓയിൽ ഫോഴ്സ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, OFAF, ഓയിൽ ഫോഴ്സ്ഡ് ആൻഡ് എയർ ഫോഴ്സ്ഡ്. അപ്പോൾ അതും ഓരോ സ്റ്റേജുകളിലായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. പിന്നെ ODAF ഉണ്ട്, ഓയിൽ ഫ്ലോ നാച്ചുറലി ചെയ്യുന്ന ഒരു സ്റ്റേജ്, അതുകൂടാതെ ഫോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, എയറും ഫോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ചെയ്തേക്കുന്നതാണ് എൻ്റെ അടുത്ത് കാണുന്നത്. പിന്നെ ONAF, ODAF, ONAF. അപ്പോൾ ഓയിൽ എയർ ആദ്യം സെൽഫ് കൂളിൽ, എന്നിട്ട് വേറെ 2 സ്റ്റേജുകളുണ്ടാവും. ഡയറക്റ്റ് ഓയിൽ ഫ്ലോ പമ്പ് യൂസ് ചെയ്തും, പിന്നെ ഫാൻസും മറ്റേ എയർ ചെയ്യാൻ വേണ്ടി. OFAF പറഞ്ഞു, ഓയിലും ഫോഴ്സ് ചെയ്യുന്നു, എയറും ഫോഴ്സ് ചെയ്യുന്നു. പിന്നെ OFWF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഫോഴ്സ് ചെയ്ത് പോകുന്നു, അതുകൂടാതെ വെള്ളത്തിൻ്റെ ഒരു സഹായം നമ്മുടെ കൂളിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ പമ്പ്സ്. പിന്നെ ODAF ഉണ്ട്, ODWF ഉണ്ട്. അപ്പോൾ ഓയിൽ ഡയറക്റ്റ്ലി പമ്പ് ചെയ്യുന്നു, എന്നിട്ട് എയർ ഫാൻ വെച്ച് കൂൾ ചെയ്യുന്നു. OD എന്ന് പറയുക ഓയിൽ ഡയറക്റ്റ്ലി പമ്പ് ചെയ്യുന്നു, പ്ലസ് വാട്ടർ ആൻഡ് ഫാൻ രണ്ടും കൂടി യൂസ് ചെയ്ത് കൂളിംഗ് ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടുത്തെ ഒരു ട്രാൻസ്ഫോമർ നോക്കാം. അതിൻ്റെ IS സ്പെസിഫിക്കേഷൻസും IS സ്റ്റാൻഡേർഡ് 1180 പ്രകാരം ആയിരിക്കണം ഒരു ട്രാൻസ്ഫോമർ മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന 25 kV ആണ്. വോൾട്ടേജ് HV സൈഡ് 11 kV ആണ് ഉദ്ദേശിക്കുന്നത്. നോൺ ഓർഡർ LT സൈഡിൽ, LV സൈഡിൽ, ലോ വോൾട്ടേജ് സൈഡിൽ 0.433 പറഞ്ഞിട്ടുണ്ട്.
പിന്നെ നേരത്തെ പറഞ്ഞ BIL അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര 95 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആംബിയേഴ്സ് കാണാം നമുക്ക് 1.3 ആണ് HV സൈഡ്, LV സൈഡ് 33.3, പിന്നെ ഫ്രീക്വൻസി 50 ആണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്ന ഒരു സാധനം വെക്റ്റർ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഇമ്പിഡൻസ് വരുന്നുണ്ട്, പിന്നെ ടാപ്പിങ്സ് ഉണ്ടെങ്കിൽ അത് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. 50% ലോഡിലുള്ള എനർജി എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ട് 50% ലോഡ് ആകുമ്പോൾ എത്ര ലോസ് വരും, എത്ര വാട്ട്സ് ഓഫ് ലോസ് വരും, 100% ലോഡ് വരുമ്പോൾ എത്ര ലോസ് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ നോക്കിയ സാധനം ടൈപ്പ് ഓഫ് കൂളിംഗ് ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ എന്ന് പറയുന്നുണ്ട്. ടെമ്പറേച്ചർ റൈസ് വൈൻഡിങ്ങിൻ്റെ ഓയിലിൻ്റെ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചിട്ടുണ്ട്, 35-40 ° ആണെന്നുള്ളത്. പിന്നെ ഓയിലിൻ്റെ മാസ് 66, ടോട്ടൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് 274, വോളിയം ഓഫ് ഓയിൽ 80 ലിറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറും അതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ വോൾട്ടേജ് ലെവൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടാതെ നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വെക്റ്റർ ഗ്രൂപ്പാണ്. DYN11 എന്നൊരു സാധനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വെക്റ്റർ ഗ്രൂപ്പ് എന്താണെന്നൊന്ന് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് വെക്റ്റർ ഗ്രൂപ്പ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. സിമ്പിളാണ്. സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, ഒരു മോട്ടർ ആയിക്കോട്ടെ, 3 വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ആ 3 വൈൻഡിങ്സും നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിക്കാണ് സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന് 2 വൈൻഡിങ് ഉണ്ടെന്ന് അറിയാമല്ലോ, HV വൈൻഡിങ്ങും LV വൈൻഡിങ്ങും. അപ്പോൾ ഇതിൽ 3 ഫേസുകൾ ഈച്ച് സൈഡിലും ഉണ്ട്. പ്രൈമറി സൈഡായാലും സെക്കൻഡറി സൈഡായാലും 3 ഫേസ് വീതമുണ്ട്. അപ്പോൾ ഈ 3 ഫേസും ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണിച്ചേക്കുന്നത് പ്രൈമറി സൈഡിൻ്റെയാണ്. അതിൻ്റെ 3 ഷോർട്ട് ചെയ്ത് സ്റ്റാർ കണക്ഷനാക്കി വെച്ചിട്ടുണ്ട്. 1, 2, 3 ലൈൻ വരുന്നു, എന്നിട്ട് വൈൻഡിങ് വഴി കയറി ലാസ്റ്റ് 3 ഷോർട്ടാകുന്നു. ഡെൽറ്റ സൈഡിലും LV സൈഡിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സെക്ഷനും, പ്രൈമറി സെക്ഷനും സെക്കൻഡറി സെക്ഷനും സ്റ്റാർ കണക്റ്റഡ് ആണ്. അതാണ് വൈ എന്ന് കൊടുത്തേക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഒരു ആംഗിൾ ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആംഗിൾസ് അതിൻ്റെ വൈൻഡിങ്സ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസിൻ്റെ ഒരു ഇതാണ് കാണിച്ചത്, YY0 എന്ന് കാണിച്ചേക്കുന്നത്. DD0 എന്ന് കാണിച്ചേക്കുന്നത് പ്രൈമറി സൈഡ് സെക്കൻഡറി സൈഡും ഡെൽറ്റ കണക്ഷനാണ്. പരസ്പരം ഇത് തമ്മിൽ ആംഗിൾ ഡിഫറൻസ് ഇല്ല. ആംഗിൾ ഡിഫറൻസ് ഉള്ളത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും. ഇനി ഇതിൻ്റെ കണക്ഷൻ ശ്രദ്ധിച്ചേക്കുക. ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൻഡിങ്ങിൻ്റെ എൻഡിങ് മറ്റേതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുക്കും. ഒരു വൈൻഡിങ് ഇപ്പോൾ 1 എന്ന് പറഞ്ഞ വൈൻഡിങ്ങിൻ്റെ എൻഡിങ് വരുന്നത് മറ്റേ 2 എന്ന് പറഞ്ഞ വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിനാണ്. ആ 2ൻ്റെ എൻഡിങ് വരുന്ന 3ൻ്റെ സ്റ്റാർട്ടിങ്, 3ൻ്റെ എൻഡിങ് വരുന്നത് 1ൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ അങ്ങനെ 2 സൈഡിലും കൊടുത്തേക്കുന്നതാണ് ഈ ഡെൽറ്റ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി YD1 എന്ന് കൊടുത്തേക്കണ കാണാം. അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു പ്രൈമറി സെക്കൻഡറി തമ്മിലുള്ള ഒരു ആംഗിൾ ഡിഫറൻസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഒരു 1 എന്ന് പറഞ്ഞ ആംഗിൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. 1 എന്ന് പറഞ്ഞ ആംഗിളല്ല, ആംഗിളിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ചെരിവിലാണ് അത് നിൽക്കുന്നത്. സ്റ്റാറും ഡെൽറ്റയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ കാണാം. DY1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ് പ്രൈമറിയിൽ, സ്റ്റാറാണ് സെക്കൻഡറിയിൽ. 2 തമ്മിലുള്ള ഒരു ആരോകൾ തമ്മിലുള്ളൊരു ആംഗിൾ വ്യത്യാസം നമുക്ക് കാണാം. പിന്നെ YD5, ഇപ്പോൾ വൈയും ഡിയും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് വരുന്ന സാധനം Y എന്ന് പറഞ്ഞാൽ സ്റ്റാർ കണക്ഷനും D എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കണക്ഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് പ്രൈമറി സെക്കൻഡറിയുടെ ഏത് സീക്വൻസിൽ ഏത് ഓർഡറിലാണ് ഇരിക്കണമെന്ന് മനസ്സിലാക്കാനാണ് അത് പറയുന്നത്. പിന്നെ ആ 1ഉം 5ഉം ഒക്കെ ഓരോ ആംഗിളുകളാണ് മീൻ ചെയ്യുന്നത്. DY5 ഇവിടെ കാണാം, YY6 കാണാം, DD6 ഇങ്ങനെ കാണാം, YD11 കാണാം, DY11 കാണാം. അപ്പോൾ പലതും ഇത് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ് ഉള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഈ 1, 5 എന്നൊക്കെ പറഞ്ഞാൽ കണ്ട സാധനം വേറൊന്നുമല്ല, ആംഗിളിൻ്റെ എത്ര വ്യത്യാസത്തിലാണ് ചെയ്തേക്കണേന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 1 എന്ന് പറഞ്ഞാൽ ഒരു മണിയിൽ ക്ലോക്കിലെ സൂചികളുടെ ഡിഫറൻസാണ്. അത് -30 ഡിഗ്രിയാണ്. ചെറിയ സൂചിയും വലിയ സൂചിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്ക് ചെറിയ സൂചിയും വലിയ സൂചിയും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഒരു 2 സൂചികൾ തമ്മിലുള്ള ഡിഫറൻസ് +30 ഡിഗ്രിയാണ്.
അപ്പോൾ DY11 YD11 ആ വൈൻഡിങ് തമ്മിലുള്ള ഡിഫറൻസാണ് കാണിക്കുന്നത് ഈ വെക്റ്റർ ഗ്രൂപ്പ് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ വൈൻഡ് ചെയ്യുന്ന ആംഗിൾ തമ്മിലുള്ള ഒരു വേരിയേഷനാണ് ഇലക്ട്രിക്കൽ ആംഗിൾ എന്നൊക്കെ പറയും ബേസിക്കലി, അല്ലെങ്കിൽ ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ ട്രാൻസ്ഫോർമറിൻ്റെ തിയറികളിലേക്ക് വളരെയധികം പോകേണ്ടി വരും. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക, വൈൻഡിങ്ങൾ തമ്മിലുള്ള ഒരു നമ്മൾ ഗ്രാഫിക്കലി വരച്ചാലൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കറണ്ടിൻ്റെ ഫ്ലോവും അതിൻ്റെ വോൾട്ടേജ് ജനറേഷൻ എല്ലാം അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്, ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് വൈൻഡിങ് ഉണ്ട്, പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാണ്. ഒരേ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് വൈൻഡിങ്ങുകളാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലെല്ലാം ഒരു ആംഗിൾ വ്യത്യാസം ഉണ്ടാവും, ഇലക്ട്രിക്കൽ ആംഗിൾ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു വ്യത്യാസത്തെ ഗ്രാഫിക്കലി കാണിച്ചേക്കുന്നതാണ്. അതിന് ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊക്കെ വിളിക്കും. അപ്പം നമുക്ക് ട്രാൻസ്ഫോമർ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫേസ് കറക്റ്റാണോ നോക്കണം. ഐഡൻറ്റിക്കൽ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ട് ട്രാൻസ്ഫോമർ ഒരേ KVA ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ അതിൽ നിർബന്ധമാവേണ്ട ചില കാര്യങ്ങളുണ്ട്. സെയിം വോൾട്ടേജ് റേഷ്യോ ആയിരിക്കണം, ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കണം. അതായത് 11 kVAr/433 ആണ് ഉപയോഗിക്കണമെങ്കിൽ അതും 11 kVAr/433 ആയിരിക്കണം. അതിൻ്റെ ചിലപ്പോൾ 500 kVA ആയിരിക്കും, 1000 kVA ആയിരിക്കും, അതൊന്നും പ്രശ്നമല്ല. അതിൻ്റെ വോൾട്ടേജ് റേഷ്യോ കുറച്ച് സെയിം ആവേണ്ട കാര്യങ്ങൾ സെയിം ആവണം. പിന്നെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്, 5% എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇതിൽ വരാറുണ്ട്. അത് അതിൻ്റെ വൈൻഡിങ്ങുകളുടെ ഒരു റെസിസ്റ്റൻസും റിയാക്റ്റൻസും എല്ലാത്തിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ളൊരു സാധനം ആണ് പറയുന്നത്. അതും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കും. ചെറിയ ചെറിയ വേരിയേഷൻ അലൗഡ് ആണ്, മൈന്യൂട്ടായിട്ടുള്ള. റേറ്റഡ് ഔട്ട്പുട്ട് ഓഫ് സ്മോളസ്റ്റ് ട്രാൻസ്ഫോമർ ഇൻ ദ ഗ്രൂപ്പ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 33% ഓഫ് ദ റേറ്റഡ് ഔട്ട്പുട്ട് ഓഫ് ദ ലാർജസ്റ്റ് ട്രാൻസ്ഫോമർ ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ പാരൽ ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ട് ട്രാൻസ്ഫോമേഴ്സാണ് പാരൽ ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ ഏറ്റവും ചെറിയ ട്രാൻസ്ഫോമർ ഏറ്റവും വലിയ ട്രാൻസ്ഫോമറിന് 33% താഴെ നിൽക്കാൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞത്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ 1000 kV ട്രാൻസ്ഫോമർ ഉണ്ട്, 500 kV ട്രാൻസ്ഫോമർ ഉണ്ട്. 1000-ൻ്റെ 33% എന്ന് പറഞ്ഞാൽ 330. അപ്പോൾ 300-ന് മുകളിലുള്ള ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, അതിലും താഴെ പോരുന്നു, ഒരു 100-ൻ്റെ കൊണ്ട് പാരൽ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അത്. പ്രൊവൈഡഡ് the polarities of winding corresponding with the following connections operate satisfactory in parallel. അതായത് നമ്മൾ ട്രാൻസ്ഫോമർ പാരൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വെക്റ്റർ ഗ്രൂപ്പ് എന്നൊരു സാധനം കണ്ടില്ല. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്രൂപ്പ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ, പിന്നെ ഡെൽറ്റ സിക്സാക് കണക്ഷൻ, അങ്ങനെയുള്ള അതാണ്. പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങുകളുടെ കണക്ഷൻസാണ് ഈ പറഞ്ഞേക്കുന്നത്. സ്റ്റാർ ഡെൽറ്റ പ്രൈമറി സെക്കൻഡറി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് B എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്റ്റാർ ഡെൽറ്റ ആൻഡ് സ്റ്റാർ സിക്സാക്. അപ്പോൾ ഈ ഗ്രൂപ്പ് എയിലുള്ള ഗ്രൂപ്പിൽ ഉള്ളതും കൂടി പാരൽ ചെയ്യാൻ പാടില്ല എന്ന് ഈ കണക്ഷൻ. അതായത് ഇപ്പോൾ ഒരു സ്റ്റാറും പിന്നെ ഡെൽറ്റ സ്റ്റാറും തമ്മിൽ കണക്ഷൻ വരരുത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമർ ഡിസൈൻ ഫോർ പാരലൽ ഓപ്പറേഷൻ ഷാൽ നോട്ട് റിക്വയർ ടു ഡിവൈഡ് ദ ലോഡ്. അതായത് പാരലൽ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ലോഡ് ഡിവൈഡ് ചെയ്ത് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. വിത്തിൻ ദ ലിമിറ്റ്സ് ക്ലോസർ ദാൻ ടു പെർമിറ്റ് ആൻ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഫ്രം റേറ്റഡ് ഔട്ട്പുട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ of the group amounting to 10% of such rated output when the total load on this group is equal to the sum of the rated outputs of all the transformers so connected. അതായത് നമുക്ക് ബാക്കിൽ നിന്ന് വായിക്കാം. റേറ്റഡ് ഔട്ട്പുട്ട് ഓഫ് ഓൾ ദ ട്രാൻസ്ഫോമർ. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 1000 kV 500 kV ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ സം ഓഫ് റേറ്റഡ് ഔട്ട്പുട്ട്സ് ഓഫ് ദ ട്രാൻസ്ഫോമർ കണക്റ്റഡ് എത്രയാണ്? 1500. ഓക്കെ, അപ്പോൾ അതിൻ്റെ സം 1500. അപ്പോൾ 10% ഓഫ് സച്ച് റേറ്റഡ് ഔട്ട്പുട്ട് വെൻ ദ ടോട്ടൽ ലോഡ് ഓൺ ദിസ് ഗ്രൂപ്പ് ഈക്വൽ ടു സം. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോമറിൻ്റെ, അതായത് സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാം. 2 ട്രാൻസ്ഫോമർ ഉണ്ട്, 1000 kV എന്ന് വെച്ചാൽ T1 ആൻഡ് T2 എന്ന് വിളിക്കാം. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എത്ര? 2000 kV. അപ്പോൾ അക്സെപ്റ്റബിൾ ലോഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
T1 മാക്സിമം 900 വരെ പോവാം, അതിൽ താഴെ പോകാൻ പാടില്ല ലോഡ് ഷെയർ ചെയ്യുന്ന ടൈമിൽ. ടോട്ടൽ ലോഡ് 2000 ആവുന്ന സമയത്താട്ടോ ഈ പറയുന്നത്. ആ ടൈമിലുള്ള ഇത് 10% താഴെ പോകരുത്, 10% കൂടുകയരുത്. അതായത് 1000 kVയുടെ 900 kV റേഞ്ചിലേക്ക് അതിൽ താഴെ പോകരുത്, 1100 മുകളിലും പോകരുത്. അതാണ് പറയുന്നത്. രണ്ടാമത്തെ ട്രാൻസ്ഫോമർ അത് തന്നെ, 900 താഴെയും പോകരുത്, 1100 മുകളിൽ പോകരുത്. അതായത് ഇങ്ങനെ വരാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ലോഡ് 2000 വന്നു പാരൽ ചെയ്യുന്ന ടൈമിൽ, അപ്പോൾ ഒരെണ്ണം 800 അടി ഇതിലേക്ക് പോയി, ഒരെണ്ണം 1200 പോയി. അങ്ങനെ വരാൻ പാടില്ല. അതായത് ഒരെണ്ണം 10% താഴേക്കും മറ്റു 10% മുകളിലേക്കും പോയി. ഈ പറഞ്ഞ സാധനം അക്സെപ്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. When connecting a new transformer, care should be taken to do so in accordance with the diagram of connections supplied by the manufacturer and of the correct phase sequence of the supply. അപ്പോൾ വേറെ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഡയഗ്രാം ഒക്കെ നോക്കുക, അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതും. പിന്നെ അത് മാനുഫാക്ചർ തന്നിട്ടുണ്ടാവുക, ആ ഡയഗ്രാം നോക്കുക, എന്നിട്ട് കറക്റ്റ് ഫേസ് സീക്വൻസ് അയക്കണം. RYB അല്ലെങ്കിൽ RYB ആണെങ്കിൽ RYB മറ്റേതിന് അതേപോലെ തന്നെ വരണം, അത് തിരിഞ്ഞു പോകരുത്. റിവേഴ്സ് പവർ റിലേ ഷാൽ ബി പ്രൊവൈഡ് ഫോർ ട്രാൻസ്ഫോമർ. അതായത് ട്രാൻസ്ഫോമർ രണ്ടും ഓപ്പോസിറ്റ് ഇത് വരാണ്ടിരിക്കാൻ റിവേഴ്സായിട്ട് പവർ ഫ്ലോ ചെയ്ത് ട്രാൻസ്ഫോമർ ലോഡായിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു സാധ്യത വരാം. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ റിവേഴ്സ് പവർ റിലേസ് യൂസ് ചെയ്യണം. ദ സിസ്റ്റം ഷാൽ ബി അറേഞ്ച് സോ ആസ് ടു ട്രിപ്പ് ദ സെക്കൻഡറി ബ്രേക്കർ ഓഫ് എ ട്രാൻസ്ഫോമർ ഇൻ കേസ് പ്രൈമറി ബ്രേക്കർ ഓഫ് എ ട്രാൻസ്ഫോമർ ട്രിപ്സ്. അതായത് നമ്മളിത് അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ആസ് പെർ റെഗുലേഷൻ 47 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡറി സൈഡ് ട്രിപ്പ്, പ്രൈമറി സൈഡിൽ എന്തെങ്കിലും ഫോൾട്ട് വന്ന് ട്രിപ്പായ സെക്കൻഡറി സൈഡിൽ ട്രിപ്പ് ആവാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞ പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷനെ പറ്റി പറയാനുള്ളത്.